നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മമ്മൂട്ടിയുമായിട്ടൊരു ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാനാണ്. ശാന്തി മായാദേവി എന്ന് പറയുന്ന നടിയും വക്കീലുമായ ഒരു ഒരു സ്ത്രീയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അവരുടെ സിനിമ എന്ന് പറയുന്നത് നേരെന്ന സിനിമയ്ക്കകത്ത് മോഹൻലാലിന്റെ കൂടെ സഹപ്രവർത്തകയായി പ്രവർത്തിക്കുന്ന ഒരു ലേഡി വക്കീലിന്റെ ആ രൂപമാണ് എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് അത് മറക്കാൻ സാധിക്കാത്ത ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമയെക്കുറിച്ചാണ്. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്, ഇപ്പം യൂട്യൂബ് എടുത്താൽ തന്നെ ആദ്യം കയറി വരുന്ന കളങ്കാവലിനെ കുറിച്ചാണ്. അത്രയ്ക്കധികം കോളിളക്കം ഇറങ്ങുന്നതിന് മുമ്പേ സൃഷ്ടിച്ച ഒരു സിനിമയാണ് ഈ കളങ്കാവൽ. കളങ്കാവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒക്കെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ ഇന്റർവ്യൂ എടുത്ത് കാണുക. വളരെ പക്വതയുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട്, അല്ലെങ്കിൽ വളരെ നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ പല ഇന്റർവ്യൂസും കണ്ടിട്ടുണ്ട്. വളരെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ്, ചുമ്മാ ഈ പറഞ്ഞ പോലെ വന്നിരിക്കുന്നവരെ ബഫൂൺ ആക്കുന്ന രീതിയിൽ, അല്ലെ കളിയാക്കുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പല ഇന്റർവ്യൂസും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല. നല്ല ചോദ്യങ്ങളും നല്ല ഉത്തരങ്ങളും. അതിലെ ഒരു ചോദ്യം, അവസാനത്തെ ചോദ്യം പറഞ്ഞത്, ഞാൻ ഏത് തരത്തിലുള്ള ഒരു തിരക്കഥയുമായിട്ട് വന്നാൽ താങ്കളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇപ്പം മമ്മൂട്ടി പറയുന്ന മനുഷ്യൻ ഒരിക്കലും എന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു തിരക്കഥ ഒരിക്കലും എഴുതാൻ പാടില്ല. അപ്പോൾ അതിനകത്തെ കഥ ഞാനായിപ്പോവും. നിങ്ങളെ തിരക്കഥ എഴുതുമ്പം എന്നെ ഒരിക്കലും മുന്നിൽ കാണില്ല, ആ കഥയ്ക്ക് വേണ്ടിയിട്ട് വേണം എഴുതാൻ. അപ്പം ഞാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതേപോലെ തന്നെ ചോദ്യം, ഇപ്പം ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ എല്ലായ്പ്പോഴും ചെയ്യാനും സാധിക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ, ഇപ്പം നീ ഈ സിനിമ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം അങ്ങനെയാണ് ഓരോ കാര്യത്തിലും. അതൊക്കെ നമുക്ക് ചിന്തിപ്പിക്കുന്ന കാര്യം, ഇപ്പോഴത്തെ കാലത്ത് ചിന്തിപ്പിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഇപ്പം ചില സിനിമകൾ ഫ്ലോപ്പാക്കി പോയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റിവ്യൂ ഇട്ടവരെയും അല്ലെങ്കിൽ അതിലെ ബാക്കിയുള്ളവരെയും ഒക്കെ കുറ്റം പറയുന്നതൊക്കെ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതങ്ങനെയല്ല, എല്ലാവർക്കും അല്ലേ, മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും ഒക്കെ സിനിമകൾ നല്ലതും ചീത്തയുമുണ്ട്, ഫ്ലോപ്പായവയുമുണ്ട്, വിജയിച്ചവയുമുണ്ട്. അപ്പം അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ളവർ അതുകൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്നൊരു സന്ദേശം കൂടി അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു നല്ല ഇന്റർവ്യൂ, അതായത് എക്സാമ്പിൾ വേണമെങ്കിൽ മല്ലിക സുകുമാരനോട് മിക്കവരും ചോദിക്കുന്നത് ഇന്ദ്രൻസിനെയാണോ പൃഥ്വിരാജിനെയാണോ ഇഷ്ടം? എന്ത് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ, അല്ലേ? സ്വന്തം രണ്ട് ആമക്കളുള്ള അല്ലെ മക്കളുള്ള രണ്ടിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്ത് ചോദ്യമാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് വളരെ ഇതൊരു ഇന്റർവ്യൂ എന്ന രീതിയിൽ വളരെ മൂല്യമുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി. മമ്മൂട്ടിയെ കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു ഇന്റർവ്യൂ തന്നെയാണ്. അപ്പം കാണാത്തവരതൊന്നെടുത്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. എന്തായാലും ആ ഇന്റർവ്യൂ നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു ഇന്റർവ്യൂ ആണ്. കളങ്കാവലിനെ കുറിച്ച് ഏകദേശം രൂപം 10-21 സ്ത്രീകൾ വന്നു പോകുന്നതിനെക്കുറിച്ചും മമ്മൂട്ടിയുടെ അതിനകത്തെ ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു ഇന്റർവ്യൂ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരെടുത്ത് കാണുക. എന്തായാലും മമ്മൂട്ടിയുടെ ഒരു ചോക്ലേറ്റ് അല്ല, കുറച്ച് നെഗറ്റീവ് കഥാപാത്രമുള്ള ഒരു സിനിമ തന്നെയാണ് വരാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായിരിക്കും. കാണാൻ ആൾക്കാർ ആകാംക്ഷയോടെ ഇരിക്കുന്ന പോലെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക.